കുർബാന ഏകീകരണത്തിൽ തീരുമാനമെടുക്കാൻ അടിയന്തര സെനഡിന് വത്തിക്കാൻ നിർദ്ദേശം. സീറോ മലബാർ സഭയുടെ അടിയന്തര സെനഡ് ജൂൺ 12-ന് ചേരും. കുർബാന ഏകീകരണം സംബന്ധിച്ച് തർക്കം പരിഹരിക്കലാണ് മുഖ്യ അജണ്ട. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെയാണ് സെനഡ് ചേരുക. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, നമുക്കറിയാം ഈ സീറോ മലബാർ സഭ ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾക്ക് സാക്ഷിയായിരുന്നു. ചിലയിടത്ത് അത് കയ്യേറ്റം വരെ എത്തി. ഈ സിനഡോടുകൂടി പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും എന്ന് കരുതേണ്ടതുണ്ടോ? മനു, ഇത് സംബന്ധിച്ച പല ചർച്ചകൾ നടന്നിരുന്നു. പല രീതിയിലും, പ്രത്യേകിച്ച് മുൻപ് നടന്ന സിനഡുകളിലെല്ലാം വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. അന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതോടുകൂടി പരിഹാരം ആകുമെന്നതായിരുന്നു. പക്ഷെ അംഗങ്ങളെ, പെർമനന്റ് സിനഡിലെ അംഗങ്ങളെ വത്തിക്കാനിലേക്ക് വിളിക്കുകയും അവിടെ ഈ പൗരസ്ത്യ സഭകളുടെ ചുമതലയുള്ള വത്തിക്കാൻ പ്രതിനിധികളുമായിട്ട് തന്നെ നേരിട്ട് ചർച്ച നടത്തുകയും ഒരു ഘട്ടത്തിൽ മാർപ്പാപ്പയെ പോലും ഇത്തരം കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായൊരു ചർച്ച ആവശ്യമാണെന്നും അതിൽ ഒരു അടിയന്തര സിനഡ്, സമ്പൂർണ്ണ സിനഡ് തന്നെ വിളിച്ചു ചേർക്കുക എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിറോ മലബാർ സഭയിലെ മുഴുവൻ ബിഷപ്പുമാരടക്കവും നേരത്തെ ഉണ്ടായിരുന്ന ചുമതലയുണ്ടായിരുന്ന ബിഷപ്പുമാരടക്കവും ഈ സിനഡിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച് അന്വേഷിക്കുവാനും എല്ലാം തന്നെ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മാർപ്പാപ്പയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്ന് അന്ന് നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. കർദിനാൾ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് അനുസരിച്ചുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള ഔദ്യോഗിക ഡിക്രി, അതായത് അറിയിപ്പിനെ ഡിക്രി എല്ലാ മെത്രാന്മാർക്കും തന്നെ നൽകിയിട്ടുണ്ട്. ഇത് അനുസരിച്ചുകൊണ്ട് 12 മുതൽ 16 വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ വെച്ചാണ് സിനഡ് നടക്കുന്നത്, വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ സിനഡിലെങ്കിലും ഇത് സംബന്ധിച്ച ഒരു സമവായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ സിനഡിനെ ഉറ്റുനോക്കുന്നത്. ഡാനി, ഈ കുർബാന ഏകീകരണം നടപ്പിലാക്കാൻ എല്ലാവർക്കും ബാധ്യസ്ഥതയുണ്ട് എന്ന് നേരത്തെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ കുർബാനയെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടത് മാർപ്പാപ്പയാണ്, സിനഡാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ എതിർപ്പ് അല്ലെങ്കിൽ എതിർക്കുന്നവർ, വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ ഒക്കെ ഒരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതിക്കൂടെ? മനു, ഇതിൽ പറയാനുള്ളത്, ഇതിൽ എല്ലാവരുടെയും ഒരു സമ്മതത്തോടുകൂടി മറ്റ് രൂപത അതിരൂപതകളിലെല്ലാം തന്നെ ഈ തീരുമാനം നടപ്പാക്കി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിർദ്ദേശം അടക്കം നൽകിയിരുന്നു. സിറോ മലബാർ സഭയുടെ സിനഡും ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ സിനഡ് തീരുമാനം വത്തിക്കാൻ അംഗീകരിക്കുകയും ഇതാണ് കുർബാന ക്രമം പുതിയത് എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായ രീതിയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും എതിർപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് നേരത്തെ തന്നെ സഭയിൽ നിലനിന്നിരുന്ന ഭൂമി വിവാദം അടക്കമുള്ള കാര്യങ്ങളും ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതിനെ പുതിയ കുർബാന രീതി, ഏകീകരിച്ച കുർബാന രീതി എതിർക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. വലിയ രൂക്ഷമായ രീതിയിൽ തന്നെ എതിർപ്പ് ഉയരുകയും ചെയ്യുന്നു. അതുകൊണ്ട് സിനഡ് കുർബാന ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത നിൽക്കുന്നത്. നേരത്തെയും വത്തിക്കാൻ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ഒരു അതിരൂപതയെ അഡ്രസ് ചെയ്തുകൊണ്ട് സഭയുടെ പരമോന്നതനായ ഒരു തലവൻ തന്നെ ഒരു കാര്യത്തിൽ ഒരു സർക്കുലർ ഇറക്കുക എന്നത് പോലും വളരെ അത്യപൂർവമാണ് സഭയിൽ. അതുപോലും സംഭവിച്ചു. പക്ഷെ എങ്കിലും അതിലൊന്നും തന്നെ ഒരു സമവായമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ സഭയുടെ പൊതു കാര്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രത്യേക സിനഡ് തന്നെ ഇതിനു വേണ്ടി വിളിച്ചു ചേർക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ സിനഡ് വർഷത്തിൽ 2 തവണ ചേരുന്നു. അത് ഇപ്പോൾ ഉള്ള ഒരു സമയവുമല്ല. ഏതായാലും ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഇത് മാത്രം ചർച്ച ചെയ്യുമ്പോൾ അത് അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ബാക്കി നിൽക്കുന്നത്. മനു, ഏതായാലും കുർബാന ഏകീകരണത്തിൽ തീരുമാനമെടുക്കാൻ അടിയന്തര സിനഡിന് വത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ അടിയന്തര സിനഡ് ജൂൺ 12-ന് ചേരും. അതിൻ്റെ വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പുതുചരിത്രം. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ലോക്സഭാ സ്പീക്കറിന്റെ ചെയറിന് സമീപം ചെങ്കോൽ സ്ഥാപിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ,
മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലളിതവും പ്രൗഢഗംഭീരവുമായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. രാവിലെ 7:30 പുതിയ മന്ദിരത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. പിന്നീട് ഗണപതി ഹോമം അടക്കമുള്ള പൂജാകർമ്മങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പുരോഹിതർ പൂർണ്ണകുംഭം നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ചെങ്കോലിനു മുന്നിൽ പ്രധാനമന്ത്രി നമസ്കരിച്ചു. തിരുവാടുത്തുറൈ പ്രതിനിധി കൈമാറിയ ചെങ്കോൽ ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചു. ലോക്സഭയിൽ നിലവിളക്ക് തെളിയിച്ചു. ഉദ്ഘാടന ഫലകവും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളെ ആദരിച്ചു. ശേഷം സർവമത പ്രാർത്ഥനയോടെ ഉദ്ഘാടന ചടങ്ങിന്റെ ആദ്യഘട്ടം സമാപിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് രണ്ടാം ഘട്ട ചടങ്ങുകൾ ആരംഭിച്ചത്. വീർ സാവർക്കറുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ലോക്സഭാ ഹാളിൽ എത്തിയത്. കരഘോഷങ്ങളോടെ ക്ഷണിക്കപ്പെട്ട സദസ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെയും സന്ദേശം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ചടങ്ങിൽ വായിച്ചു. പുതിയ പാർലമെന്റിനെ കുറിച്ചുള്ള വീഡിയോയും പ്രദർശിപ്പിച്ചു. 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. अवगत करा दूं कि 75 रुपए का यह स्मारक सिक्का भारत सरकार के कोलकाता टकसाल ने चांदी, तांबा, निकेल एवं जिंक धातुओं के मिश्रण से तैयार किया है. ഇതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വിധി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഇടമാകും പുതിയ പാർലമെന്റ് മന്ദിരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ ഉണ്ടാകുന്ന നിയമങ്ങൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സഹായിക്കും. നാടിൻ്റെയും ജനങ്ങളുടെയും വികസനമാണ് പ്രചോദനം. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് 4 കോടി പാവപ്പെട്ടവർക്ക് വീടും 11 കോടി ടോയ്ലറ്റുകളും നിർമ്മിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ സംതൃപ്തിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आने वाली सदियों को सजाने संवारने वाला है. यहां होने वाला हर निर्णय आने वाली पीढ़ियों को सशक्त करने वाला होगा. यहां होने वाला हर निर्णय भारत के उज्ज्वल भविष्य का आधार बनेगा. गरीब, दलित, पिछड़ा, आदिवासी, दिव्यांग, समाज के हर वंचित परिवार के सशक्तिकरण का, वंचितों को वरीयता का रास्ता यहीं से गुजरता है. इस नए संसद भवन की हर ईंट, हर दीवार, इसका कण कण ആസാദി കാ അമൃത് കാൽ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിന് ഒരു പുതിയ പാർലമെന്റ് സമ്മാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ പാർലമെന്റ് ഒരു കെട്ടിടം മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ അഭിലാഷത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്. സ്വാശ്രയ ഇന്ത്യയുടെ ഉദയത്തിന് ഈ പുതിയ പാർലമെന്റ് സാക്ഷ്യം വഹിക്കും. പുതിയ പാർലമെന്റ് സമുച്ചയം വികസിത ഇന്ത്യ എന്ന പ്രമേയം സാക്ഷാത്കരിക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. एक भवन नहीं है, ये 140 करोड़ भारतवासियों की आकांक्षाओं और सपनों का प्रतिबिंब है.
ये विश्व को भारत के दृढ़ संकल्प का संदेश देता हमारे लोकतंत्र का मंदिर है। ये नया भवन हमारे स्वतंत्रता सेनानियों के सपनों को साकार करने का माध्यम बनेगा। പുതിയ പാർലമെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും കാലങ്ങളിൽ സീറ്റുകളുടെയും എംപിമാരുടെയും എണ്ണം കൂടും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം വഴി 60,000 തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തിലെ കറുത്ത ദിനമാണ് ഇതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ക്ഷണിക്കാത്തത് അവഹേളനമാണ്. സാവർക്കറുടെ ദിനം തന്നെ തെരഞ്ഞെടുത്തതിൽ സവർണ വർഗീയ അജണ്ടയുണ്ട്. ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളോട് BJPക്ക് ബഹുമാനമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് മാത്രമല്ല 21 പ്രതിപക്ഷ പാർട്ടികൾ ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും മാറ്റി നിർത്താനുള്ള കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകാൻ BJPക്കോ പ്രധാനമന്ത്രിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് കേവലം നിസ്സാരമായ കാര്യമാണോ? നമ്മൾ ബഹുമാനിക്കുന്ന ചില ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും ഉണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ. അപ്പോൾ ഇതിനകത്തുള്ളത് വളരെ വ്യക്തമാണ്. RSS നിയന്ത്രിക്കുന്ന സവർണ വർഗീയ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ തീരുമാനം. ഇന്ത്യ രാജ്യത്തെ ഒരിക്കലും ചെയ്തുകൂടാൻ പറ്റാത്ത അക്ഷന്തവുമായ തെറ്റാണ് അവർ ചെയ്തത്. പുതിയ പാർലമെന്റ് മന്ദിരത്തെ ശവപ്പെട്ടിയുടെ ആകൃതിയോട് ഉപമിച്ച് RJD. ട്വിറ്ററിലൂടെയാണ് RJDയുടെ പരിഹാസം. പുതിയ പാർലമെന്റിന്റെ ചിത്രത്തിനൊപ്പം ശവപ്പെട്ടിയുടെ ചിത്രവും ഉൾപ്പെടുത്തി. എന്തിനാണിതെന്ന ചോദ്യത്തോടെയാണ് RJDയുടെ ട്വീറ്റ്. ചോദ്യത്തിന് മറുപടിയായി BJP രംഗത്തെത്തി. RJDയുടെ ഭാവി എന്ത് എന്നതിൻ്റെ പ്രതീകമാണ് ശവപ്പെട്ടിയെന്നാണ് BJPയുടെ മറുപടി. പുതിയ പാർലമെന്റിലേക്ക് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ വനിതാ താരങ്ങളെയും പുരുഷ താരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമാധാനമായി നീങ്ങിയ മാർച്ചിനുള്ളിൽ കടന്ന് തങ്ങളെ പോലീസ് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്ന് ഗുസ്തി താരങ്ങൾ ആരോപിച്ചു. താരങ്ങളെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയതിനു പിന്നാലെ ജന്തർ മന്ദറിലെ സമരവേദിയിൽ കൂടാരങ്ങളും പോലീസ് പൊളിച്ചു നീക്കി. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറിൽ കാണാതായ കുട്ടികൾ മരിച്ചു. വെട്ടൂർ സ്വദേശികളായ അഭിലാഷ്, അഭിരാജ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഫുട്ബോൾ കളിക്ക് ശേഷം കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു കുട്ടികൾ. കോഴിക്കോട് കോടഞ്ചേരി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വീണ് യുവാവ് മരിച്ചു. എരഞ്ഞിപ്പാലം സ്വദേശി അമൽ ആണ് മുങ്ങി മരിച്ചത്. കുളിക്കുന്നതിനിടെ കയത്തിൽ അകപ്പെടുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള ലഹരിക്കടത്ത് തടയാൻ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് സംയുക്ത നീക്കം നടത്തുന്നതായി ശ്രീലങ്കൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ പ്രിയന്ത പെരേര പറഞ്ഞു. ഏഴിമലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീലങ്കൻ നാവികസേന ഈയിടെ 600 കിലോഗ്രാം ലഹരിമരുന്ന് പിടിച്ചെടുത്തിരുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ത്യൻ നാവികസേനയുമായും കോസ്റ്റ് ഗാർഡുമായും പങ്കിടാറുണ്ട്. ചില മത്സ്യത്തൊഴിലാളികൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെടാറുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വഴി തന്നെ ലഹരിക്കടത്തിൻ്റെ വിവരശേഖരണത്തിന് ശ്രമം നടക്കുന്നുണ്ട്. ഹമ്മൻതോട്ട തുറമുഖം വ്യാപാരത്തിനാവശ്യമായി വേണ്ടിയുള്ളതാണ്. തുറമുഖ വകുപ്പും സ്വകാര്യ കമ്പനിയും തമ്മിലുള്ള വ്യക്തമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറമുഖം പ്രവർത്തിക്കുന്നത്. ചൈനയുടെ തുറമുഖമാണെന്ന തരത്തിൽ വ്യാപകമായ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും വൈസ് അഡ്മിറൽ പ്രിയന്ത പെരേര പറഞ്ഞു. പിടിതരാതെ അരിക്കൊമ്പൻ. തമിഴ്നാട് വനം വകുപ്പിന്റെ ദൗത്യ സംഘത്തിന് പിടികൊടുക്കാതെ അരിക്കൊമ്പൻ. ഒറ്റയാൻ മേഘമല കടുവ സംഘത്തിലെ വനമേഖലയിലേക്ക് കയറി. ക്ഷീണിതനായതിനാൽ ഉടനെ ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തില്ല.
എന്നാണ് വിലയിരുത്തൽ. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ ദൗത്യസംഘം മേഖലയിൽ തുടരുകയാണ്. ചിന്നക്കനാലിൽ വനം വകുപ്പിനെ വട്ടം കറക്കിയതുപോലെ തന്നെ കമ്പത്തും തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുറ്റിക്കുകയാണ് അരിക്കൊമ്പൻ. GPS കോളർ സിഗ്നൽ പ്രകാരം മേഘമല കടുവാ സങ്കേതത്തിലാണ് അരിക്കൊമ്പനുള്ളത്. ഇന്നലെ രാത്രി കമ്പത്ത് നിന്നും കമ്പമേട് റോഡിലേക്ക് കയറിയ കൊമ്പൻ പുലർച്ചെ പ്രത്യക്ഷപ്പെട്ടത് നേരെ എതിർദിശയിലുള്ള ചുരുളിപ്പെട്ടി വെള്ളച്ചാട്ടത്തിന്റെ സമീപമാണ്. പിന്നീട് ആനഗജം വഴി കുത്തനാച്ചിയാർ വനമേഖലയിലേക്കും തുടർന്ന് മേഘമല ഭാഗത്തേക്കും ആന കടന്നു. അരിക്കൊമ്പൻ തിരികെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും കമ്പത്തെത്തി. இந்த யானையினால மக்களுக்கு எந்த ஆபத்து வரக்கூடாது ஒன்று. இன்னொன்று அதை பார்த்து அதை பயந்து மக்கள் விரட்ட ஆரம்பிச்சாங்க, கத்தல் கூச்சலிட ஆரம்பிச்சாங்கன்னா அப்புறம் அதுல யானை பயந்து மறுபடியும் மக்களை தாக்க நேரிடும். இது யானைக்கும் பிரச்சனை, மிக முக்கியமா அங்க இருக்கிற மக்களுக்கும் பிரச்சனை. அதனால இது ஒரு அமைதியான ஒரு நிலைமையை கொண்டு வந்து யானையை நம்ம பிடிக்கிறதுக்காகவோ இல்ல திருப்பி பாதுகாக்கப்பட்ட வனப்பகுதிகளில் விடுறதுக்கு அனைத்து முயற்சியும் எடுத்துக்கொண்டு வருகிறோம். മേഘമല കടുവാ സങ്കേതത്തിലേക്ക് കയറിയ അരിക്കൊമ്പൻ ഉടനെ തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടി വെക്കുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വനംവകുപ്പ് സജ്ജമാണ്. ന്യൂസ് 18 കമ്പം. തമിഴ്നാട് അരിക്കൊമ്പനെ പിടികൂടി കുങ്കി ആന ആക്കട്ടെ എന്ന് MM മണി MLA. ജനവാസ മേഖലയിൽ എത്തിയ ഉടൻ ആനയെ പിടികൂടാൻ തമിഴ്നാട് ശ്രമം ആരംഭിച്ചത് കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കണം. റേഡിയോ കോളർ പ്രവർത്തിക്കുന്നതാണോ എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നും MM മണി ചോദിച്ചു. സ്പോർട്സ്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ചരിത്രമെഴുതി മലയാളി താരം HS പ്രണോയ്. ഫൈനലിൽ ചൈനീസ് താരം ഹോങ് യാങ്ങിനെ തോൽപ്പിച്ച് പ്രണോയ് കിരീടം നേടി. ആദ്യ ഗെയിമിൽ 21-19 നേടിയ പ്രണോയ്ക്ക് രണ്ടാം ഗെയിം 13-21 നഷ്ടമായി. ഒപ്പത്തിനൊപ്പം നിന്ന മൂന്നാം ഗെയിമിൽ 21-18 പ്രണോയ് സ്വന്തമാക്കിയത്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ജയിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരുഷ താരമാണ് പ്രണോയ്. IPL 16-ാം സീസണിൽ ഇന്ന് കലാശ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് IPL ചരിത്രത്തിലെ കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 മത്സരം. 10ാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് IPL ഫൈനൽ കളിക്കുന്നത്. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച നായകനും ഇന്ത്യയുടെ ഭാവി സൂപ്പർ നായകനും തമ്മിലുള്ള പോരാട്ടമാണ്. ധോണിയുടെ പരിചയസമ്പത്തിന് ഹാർദിക് കരുതി വെക്കുന്ന മറുപടി ഇന്ത്യയുടെ യുവ സെൻസേഷൻ ശുഭമാൻ ഗില്ലും. 16-ാം സീസണിലെ ഏറ്റവും കരുത്തുറ്റ രണ്ടു സംഘങ്ങൾ തന്നെ ഫൈനലിനിറങ്ങുന്നുവെന്നത് ശ്രദ്ധേയം. ലീഗ് ഘട്ടത്തിൽ 1-2 സ്ഥാനങ്ങളിലെത്തിയവർ തന്നെ കലാശപ്പോരിലും. ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചതാകും ധോണിയുടെ ആത്മവിശ്വാസം. എന്നാൽ ചെപ്പോക്കിലെ റണ്ണില്ല പിച്ചല്ല അഹമ്മദാബാദിൽ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്തവരുടെ ശരാശരി സ്കോർ 193. 1 ലക്ഷം കാണികൾക്ക് മുന്നിൽ സ്വന്തം തട്ടകത്തിൽ ഗുജറാത്ത് ഇറങ്ങുമ്പോൾ ചെന്നൈക്ക് കാര്യങ്ങൾ ടൈറ്റ് ആകും. ശുഭമാൻ ഗില്ലിന്റെ ബാറ്റിംഗ് മികവിനൊപ്പം മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ എഞ്ചിനും ഗുജറാത്തിന്റെ കരുത്താണ്. ഓൾറൗണ്ട് മികവിൽ റാഷിദ് ഖാനും. ആദ്യം ബാറ്റ് ചെയ്യുക എന്നതാകും ടോസ് നേടുന്ന ക്യാപ്റ്റന്റെ ലക്ഷ്യം. മഴമേഘങ്ങൾ അഹമ്മദാബാദിനെ വട്ടമിടുന്ന സന്ധ്യയാണ് ഇന്നത്തേത്. എന്നാൽ ആശങ്കയ്ക്ക് വകയില്ല. ആകാശത്തോളം ഉയരെ ആഘോഷവുമായി തിരികെ കയറുന്ന സംഘം ഏതാകുമെന്ന ചോദ്യം മാത്രം ബാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. IPL ഫൈനൽ മത്സരം തത്സമയം കാണാം ജിയോ സിനിമയിൽ രാത്രി 7:30 മുതൽ. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5545 രൂപ, പവന് 44,360 രൂപ, വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3749 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി.